നടിയെ ആക്രമിച്ച കേസ് വിചാരണ കോടതിയുടെ വിധി കൊണ്ട് മാത്രം തീരുന്നതല്ല എന്നതിന്റെ തെളിവാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കുറെ കാര്യങ്ങൾ. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ജഡ്ജിക്കെതിരെ ഗുരുതര പരാമർശങ്ങളുമായി നിയമോപദേശത്തിനൊപ്പമുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ കുറിപ്പും രംഗത്ത് വന്നിരിക്കുകയാണ്. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലിലുള്ള ജഡ്ജി വിധി പറയാൻ അർഹയല്ല. ദിലീപിനെ കുറ്റവിമുക്തനാക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയ വിധിയെന്നും ദിലീപിനെതിരെയുള്ള തെളിവുകൾ പരിഗണിച്ചില്ലെന്നുമാണ് ഇപ്പോൾ കുറിപ്പിൽ വിമർശിക്കുന്നത്. കേസിൽ 8ാം പ്രതിയായ ദിലീപിനെ കോടതി വെറുതെ വിട്ടിരുന്നു. കേസിൽ ദിലീപിനെതിരെ ഗൂഢാലോചന തെളിയിക്കാൻ സാധിച്ചില്ലെന്നാണ് കോടതി അന്ന് ചൂണ്ടിക്കാട്ടിയത്. കുറ്റക്കാരെന്ന് കോടതിക്ക് ബോധ്യമായ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവും വിധിച്ചിരുന്നു. എന്നാൽ ഇത് ദിലീപിനെ വെറുതെ വിടാൻ വേണ്ടി മാത്രമുള്ള ഒരു വിധിയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ദിലീപ് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ട് തന്നെയാണ് ഈ ഒരു ബലാത്സംഗം നടന്നത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലോട്ട് പോവാനാണ് ഇപ്പോൾ തീരുമാനം. മാത്രമല്ല, സർക്കാരും സമ്മർദ്ദം ചെലുത്തുകയാണ്. നേരത്തെ തന്നെ ആക്രമിക്കപ്പെട്ട നടി തന്നെ രംഗത്തെത്തിയിരുന്നു. ഈ ഒരു കോടതിയിൽ തനിക്ക് വിശ്വാസമില്ല, ജഡ്ജിയെ മാറ്റണം എന്നൊക്കെ പറഞ്ഞു. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിലീപിന് ഇതൊരു ഇടക്കാല ആശ്വാസം മാത്രമാണ്. ആക്രമിക്കപ്പെട്ട നടി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോയാൽ ദിലീപ് വീണ്ടും കുരുങ്ങും. അതോടുകൂടി വീണ്ടും ദിലീപിന് കോടികൾ നഷ്ടമാവും. കേസ് നടത്താൻ വേണ്ടി ചില്ലറ കാശൊന്നുമല്ല ദിലീപ് പൊടിപൊടിച്ചത്, അത്രയും വാരിയെറിഞ്ഞു. എന്നാൽ അതിന്റെ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്.